നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. Thinking about buying, building, or investing in property? Discover everything you need at the Cardinia Real Estate Exhibition, your local property event under one roof. Meet trusted builders, developers, agents, and finance experts, and explore the latest homes and investment opportunities. Join us Saturday, 14th March, at the Cardinia Cultural Centre in Pakenham from 9 a.m. to 5 p.m. Free entry. Register now at nearestate.com. We'll see you at the Cardinia Real Estate Exhibition. T20 ലോകകപ്പ് കിരീടം നിലനിർത്തി ഇന്ത്യ. ന്യൂസിലൻഡിനെ 96 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ മൂന്നാം തവണയും ലോക കിരീടം ഉയർത്തിയത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ സഞ്ജു സാംസണിന്റെ 46 പന്തിൽ 89 റൺസ് നേടിയ ഇന്നിംഗ്സാണ് കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. 25 പന്തിൽ 54 റൺസ് നേടിയ ഇഷാൻ കിഷൻ, 21 പന്തിൽ 52 റൺസ് നേടിയ അഭിഷേക് ശർമ്മ എന്നിവർ നിർണായക പിന്തുണ നൽകി. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലൻഡ് 19 ഓവറിൽ 159 റൺസിന് എല്ലാവരും പുറത്തായി. 4 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയാണ് ന്യൂസിലൻഡിനെ തകർത്തത്. 26 പന്തിൽ 52 റൺസ് നേടിയ ടിം സീഫർട്ടാണ് ന്യൂസിലൻഡിന്റെ ടോപ്പ് സ്കോറർ. അതേസമയം ഇന്ത്യക്കായി തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ച മലയാളി താരം സഞ്ജു സാംസണിന് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി. തുടർച്ചയായ മൂന്നാം മത്സരത്തിലും സെഞ്ചുറി നഷ്ടമായെങ്കിലും 46 പന്തിൽ 5 ഫോറുകളും 8 സിക്സറുകളും സഹിതം 89 റൺസാണ് താരം നേടിയത്. മുൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ T20 ലോകകപ്പ് റെക്കോർഡാണ് സഞ്ജു തകർത്തത്. ഒരു T20 ലോകകപ്പ് പതിപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡാണ് കോഹ്ലിയെ മറികടന്ന് സഞ്ജു നേടിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിർണായക തീരുമാനവുമായി ഓസ്ട്രേലിയ. ഇറാന്റെ ആക്രമണം നേരിടുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് സൈനിക സഹായം നൽകാൻ തയ്യാറാണെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ് അറിയിച്ചു. ഗൾഫ് മേഖലയിലെ സമാധാനത്തിന് ഭീഷണി ഉണ്ടായാൽ സുഹൃത്ത് രാജ്യങ്ങളെ സഹായിക്കാൻ ഓസ്ട്രേലിയ മുന്നിലുണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കി. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൗണ്ട് വാറിൽ ഓസ്ട്രേലിയൻ സൈന്യം നേരിട്ട് പങ്കെടുക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ആകാശത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും സാങ്കേതിക സഹായം നൽകാനുമാണ് ഓസ്ട്രേലിയ ലക്ഷ്യമിടുന്നത്. കനത്ത മഴയെ തുടർന്ന് പ്രളയക്കെടുതി അനുഭവിക്കുന്ന വടക്കൻ ഓസ്ട്രേലിയയിൽ ജനങ്ങൾക്ക് പുതിയ ഭീഷണി കൂടി ഉയരുന്നു. വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങളിൽ മുതലകൾ വ്യാപകമായി ഇറങ്ങിയിട്ടുണ്ടെന്നും ജനങ്ങൾ വെള്ളത്തിൽ ഇറങ്ങരുതെന്നും അധികൃതർ കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നദികൾ കരകവിഞ്ഞതോടെ മുതലകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയെന്നാണ് വലിയ പേടിയുണ്ടാക്കിയിരിക്കുന്നത്. അതിശക്തമായ മഴ തുടരുന്നതിനാൽ ഇതുവരെ നൂറുകണക്കിന് ആളുകളെയാണ് ഹെലികോപ്റ്ററുകളിലായി വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. വെള്ളം കയറി ഒറ്റപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു വരികയാണ്. വീടുകളിൽ നിന്ന് മാറിയവർ അധികൃതരുടെ അനുവാദമില്ലാതെ തിരികെ പോകരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ ആണെങ്കിലും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ ആയാലും സർക്കാരാണെങ്കിലും മുനിസിപ്പാലിറ്റിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ഓസ്ട്രേലിയയിൽ കുട്ടികൾക്കെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾക്കെതിരെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി പേർ അറസ്റ്റിലായി. കുട്ടികളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും കൈമാറുകയും സൂക്ഷിക്കുകയും ചെയ്തതിന് 24 പുരുഷന്മാരെയാണ് വിക്ടോറിയയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1000-ലധികം വ്യത്യസ്തമായ കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് മാസങ്ങളോളം നീണ്ടുനിന്ന രഹസ്യ അന്വേഷണത്തിനൊടുവിലാണ് കുറ്റവാളികളെ പിടികൂടാൻ സാധിച്ചതെന്ന് പോലീസ് സംഘം അറിയിച്ചു. ഇന്റർനെറ്റിലൂടെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം സംഘങ്ങളെ തകർക്കാൻ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്ന ഓസ്ട്രേലിയൻ സർക്കാർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ഇത്തരം ചതിക്കുഴികൾക്കെതിരെ കർശന മുന്നറിയിപ്പാണ് നൽകുന്നത്. ന്യൂ സൌത്ത് വെയിൽസിലെ സെൻട്രൽ കോസ്റ്റിൽ കടലിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 യുവാക്കൾ ദാരുണമായി മരണപ്പെട്ടു. അപകടത്തിൽപ്പെട്ട മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ ശക്തമായ തിരമാലകളിൽ അകപ്പെട്ടുപോയത്. സംഭവം നടന്ന ഉടൻ തന്നെ ലൈഫ് ഗാർഡുകളും മറ്റ് രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി ഇരുവരെയും കരക്കെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. കടലിൽ മുങ്ങിപ്പോയ മൂന്നാമത്തെ വ്യക്തിയെ സുരക്ഷിതമായി കരക്കെത്തിക്കാൻ സാധിച്ചതായും അധികൃതർ അറിയിച്ചു.
അപകടം നടന്ന മേഖലയിൽ ശക്തമായ തിരമാലകളും കടൽക്ഷോഭവും നിലനിന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. സമുദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അപകടകരമായ സാഹചര്യങ്ങളിൽ കടലിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയ വനിതാ ടീമിനെതിരായ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യൻ വനിതകൾക്ക് ദയനീയ തോൽവി. ഓസീസ് 10 വിക്കറ്റിന് വിജയം ആഘോഷിച്ചു. ഒന്നാം ഇന്നിംഗ്സിൽ 198 റൺസിൽ ഇന്ത്യയെ പുറത്താക്കി ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ 323 റൺസ് അടിച്ചെടുത്തു. 125 റൺസ് ലീഡ് സ്വന്തമാക്കിയ ഓസീസ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ 149 റൺസിൽ ഓൾ ഔട്ടാക്കി. ഇതോടെ അവരുടെ വിജയലക്ഷ്യം വെറും 25 റൺസ് മാത്രമായി. ഒറ്റ വിക്കറ്റും നഷ്ടപ്പെടുത്താതെ ഓസീസ് വനിതകൾ 28 റൺസ് എടുത്ത ലക്ഷ്യം സ്വന്തമാക്കുകയും ചെയ്തു. ഓപ്പണർമാരായ ജോർജിയ ഗോൾ 16 റൺസും ഫോക് ലിച്ച്ഫീൽഡ് 11 റൺസും എടുത്ത ക്രീസിൽ തുടർന്നു. നേരത്തെ 125 റൺസ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങിയ ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് പോരാട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ച പ്രതികാ റാവൽ മാത്രമാണ് പൊരുതി നിന്നത്. Affordable, lightweight lifestyle jewelry for every day, every you. Zoe from Malabar Gold and Diamonds. ഓസ്ട്രേലിയയിലെ പ്രമുഖ മീഡിയ കമ്പനിയായ OCTVയും പ്രമുഖ എസ്റ്റേറ്റ് കമ്പനിയായ nearestate.com ചേർന്ന് ഓസ്ട്രേലിയയിലെ എല്ലാ സംസ്ഥാനങ്ങളും സംഘടിപ്പിക്കുന്ന റിയൽ എസ്റ്റേറ്റ് എക്സിബിഷന് തുടക്കമാകുന്നു. ആദ്യ എക്സിബിഷൻ മെൽബൺ സൌത്തിലെ പക്കിൻഹാമിലെ കാർഡിനിയ കൾച്ചറൽ സെന്ററിൽ മാർച്ച് 14 ശനിയാഴ്ച നടക്കും. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രദർശനം മികച്ച വേദിയായി മാറുമെന്ന് ഉറപ്പാണ്. ഭവന നിർമ്മാണ മേഖലയിലെ വിവിധ സേവനങ്ങൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മെഗാ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിക്ഷേപകർക്കും ബാങ്കുകൾ, പ്രമുഖ ഡെവലപ്പർമാർ, ബിൽഡർമാർ, മോട്ടറേജ് ബ്രോക്കർമാർ, നിയമ വിദഗ്ധർ എന്നിവരുമായി നേരിട്ട് സംവദിക്കാനുള്ള അപൂർവ അവസരമാണ് എക്സിബിഷൻ വഴി ഒരുക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്ന എക്സിബിഷനിൽ പ്രവേശനം തികച്ചും സൗജന്യമാണ്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് എത്തിച്ചേരാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.